നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ പഠനങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കിയ ഓൺലൈൻ മുദ്രപത്ര ഇടപാട് പാതി വഴിയിൽ നിർത്തിവെച്ചത് മൂലം കഷ്ടത്തിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ. ദിശ 24 കരിയർ എക്സ്പോയ്ക്ക് തുടക്കമായി. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ദിശ 24 വിദ്യാഭ്യാസ എക്സ്പോയിൽ മൂലപറ്റം സെന്റ് ജോസഫ് കോളേജ് ഡേറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ റോബോ ശ്രദ്ധേയമായി. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HIV ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗം പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മേയാൻ വിട്ട പശുവിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിനിടയിൽ പൂയംകുട്ടി വനമേഖലയിൽ വനത്തിനുള്ളിൽ പോയ 3 സ്ത്രീകളെയും കണ്ടെത്തി. വാർത്തകൾ വിശദമായി. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ പഠനങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കിയ ഓൺലൈൻ മുദ്രപത്ര ഇടപാട് പാതി വഴിയിൽ നിർത്തിവെച്ചത് മൂലം കഷ്ടത്തിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ. പൊതുജനങ്ങൾക്ക് ആവശ്യമായി ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ ലഭിക്കുന്നതിന് മാത്രമാണ് തടസ്സം. ഇതുമൂലം ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും സർക്കാരിന് സാമ്പത്തിക ലാഭവുമാണ് ഫലം. അരുണരുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ പഠനങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കിയ ഓൺലൈൻ മുദ്രപത്ര ഇടപാട് പാതി വഴിയിൽ നിർത്തിവെച്ചത് മൂലം കഷ്ടത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. മുദ്രപത്രങ്ങൾ ഓൺലൈൻ ആക്കുന്നതിന് മുന്നോടിയായി മുദ്രപത്രം അച്ചടി നേരത്തെ തന്നെ സർക്കാർ അവസാനിപ്പിച്ചിരുന്നു. 10 രൂപയുടെയും 20 രൂപയുടെയും മുദ്രപത്രങ്ങൾ മൂല്യമുയർത്തി 100 രൂപയുടെ സീൽ പതിപ്പിച്ച് വിൽപ്പന നടത്തി മുദ്രപത്ര ക്ഷാമം പരിഹരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതും പരിഹാരമായില്ല. തന്മൂലം ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ ലഭിക്കാതാവുകയും വലിയ വില കൊടുത്ത് കൂടിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേടിലായിരുന്നു ഉപഭോക്താക്കൾ. കേരള സർക്കാർ സംസ്ഥാനത്ത് മുദ്രപത്രങ്ങളുടെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സ്റ്റാമ്പ് നടപ്പിലാക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരവ് ഏകദേശം 1.25 വർഷം മുമ്പ്. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പരിഷ്കരണ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോഴും ആവശ്യത്തിന് പത്രം ലഭിക്കുന്നില്ല. സ്റ്റാമ്പ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പ്രിൻ്റഡ് പേപ്പറിൻ്റെ പ്രിൻറ്റിംഗ് നിർത്തി വെച്ചു. സംസ്ഥാനത്തുടനീളം ചെറിയ ഡിനോമിനേഷനുകളിലുള്ള പത്രങ്ങളിപ്പം ബുദ്ധിമുട്ടുണ്ട്. തൊടുപുഴയിൽ ഇപ്പോൾ 1000 രൂപ താഴെയുള്ള പത്രങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ സാധാരണ ആളുകളെ സംബന്ധിച്ച് ചെറിയ ഡിനോമിനേഷനിലുള്ള 50, 100, 200 രൂപ പത്രങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് തിരക്കിട്ട് സർക്കാർ ഓൺലൈൻ സംവിധാനം നടപ്പിലാക്കുകയും 2-3 ദിവസം ഓൺലൈനായി മുദ്രപത്രം നൽകുകയും ചെയ്തെങ്കിലും വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അതും നിർത്തിവെച്ചിരിക്കുകയാണ്. ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നതിനാൽ വെണ്ടർമാർ കടലാസ് മുദ്രപത്രങ്ങൾ ട്രഷറികളിൽ നിന്നും എടുത്തുവെക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല പല സബ് ട്രഷറികളിലും ഇപ്പോൾ 500 രൂപയുടെ മുദ്രപത്രങ്ങളും സ്റ്റോക്കില്ല. അതുകൊണ്ട് തന്നെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും പകരം 1000 രൂപയുടെ മുദ്രപത്രങ്ങൾ വാങ്ങേണ്ട ഗതികേടിലുമായി നാട്ടുകാർ. ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ ഏത് തുകയ്ക്കുള്ള മുദ്രപത്രങ്ങളും ഓൺലൈനായി ലഭിക്കുന്നതിന് ഇപ്പോൾ തടസ്സവുമില്ല. പൊതുജനങ്ങൾക്ക് ആവശ്യമായ ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ ലഭിക്കുന്നതിന് മാത്രമാണ് തടസ്സം. ഇതുമൂലം ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും സർക്കാരിന് സാമ്പത്തിക ലാഭവുമാണ് ഫലം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദിശ 24 കരിയർ എക്സ്പോയ്ക്ക് തുടക്കമായി. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും പുത്തൻ അവസരങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ദിശ കരിയർ എക്സ്പോയ്ക്ക് മുതലക്കോടം സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ജില്ലാ കരിയർ ഗൈഡൻസ് സെല്ലാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ദിശ 24 കരിയർ എക്സ്പോയ്ക്ക് തുടക്കമായി. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും പുത്തൻ അവസരങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ദിശ 24 കരിയർ എക്സ്പോയ്ക്ക് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രേഡ് പഠിക്കാം. ട്രേഡ് എന്നാണ് എൻ്റെ പേര്. ട്രേഡ്. അപ്പൊ ട്രേഡ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ ഗവൺമെന്റിന്റെ ഉണ്ട്, പ്രൈവറ്റിന്റെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ അടുത്ത സ്റ്റോപ്പിൽ ഒരു ITI സ്ഥാപനം ഉള്ളത് അറിയാമോ? അടുത്ത വളവിൽ നറുക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ITI, ഞറുക്കുറ്റി
മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ വെങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരു ITC ഉണ്ട്. ഇനി മുട്ടത്തിന് പോകുന്ന വഴിയിൽ കുറച്ചൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ട്രോണിക്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. ട്രോണിക്സ് ഒരു ITI ആണ്. കേക്ക്. അപ്പൊ ഈ സ്ഥാപനങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ITI കോഴ്സ് പഠിക്കാം, ITI കോഴ്സ് പഠിക്കാം. ഞങ്ങളിപ്പോൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് കരിയറിൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാം, അതിനുള്ള അവസരങ്ങൾ, അതിന് തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ, അതിനെടുക്കേണ്ട എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ ഈ കരിയർ ഗൈഡൻസിൻ്റെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പം ആദ്യം കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെ പറ്റിയൊക്കെ അറിയാമായിരുന്നുള്ളൂ. മീൻസ് എൻജിനീയറിങ്, ഈ സ്കോപ്പുള്ള അങ്ങനത്തെ കുറച്ച് കോഴ്സിനെ പറ്റി. ഇവിടെ വന്നപ്പം കുറേയേറെ കോഴ്സിനെ പറ്റി അറിയാനായിട്ട് പറ്റി. ഇന്നതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റി. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ജില്ലാ കരിയർ ഗൈഡൻസ് സെല്ലാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾസ് ഇടത്തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബിസോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം RDD ശ്രീമതി വിജി PN, CG ആൻഡ് AC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം CM, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെൽ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ ദേവി CS, വാർഡ് മെമ്പർ ശ്രീ സനു കൃഷ്ണ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ CG ആൻഡ് AC തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ശ്രീ ജോയ്സ് മാത്യു സ്വാഗതം ആശംസിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡ് ശ്രീ ജസ്റ്റിൻ T. സെബാസ്റ്റ്യൻ യോഗത്തിന് കൃതജ്ഞതയർപ്പിച്ചു. ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിലെ 16-ൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എക്സ്പോയിൽ പ്രദർശനം നടത്തുന്നു. 30 സ്കൂളുകളിൽ നിന്നായി 2000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന എക്സ്പോയിൽ വിദ്യാഭ്യാസ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ, കൗൺസിലിംഗ് സെഷനുകൾ എന്നിവ നടത്തപ്പെടുന്നു. എക്സ്പോ 30-ന് അവസാനിക്കും. ദിശ 24 വിദ്യാഭ്യാസ എക്സ്പോയിൽ വിദ്യാർത്ഥികളുടെ മനം കവർന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രരേഖകളും മ്യൂസിയം അനുബന്ധ ശിലാലിഖിതങ്ങളും തുടങ്ങി ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങളുടെ സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള തുടർ പഠന സാധ്യതകളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ അവസരങ്ങളെയും പറ്റി അറിയുന്നതിന് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ദിശ 24 എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഒരുക്കിയ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക എക്സിബിഷൻ ശ്രദ്ധേയമായി. പ്രിയമുള്ളവരെ, ന്യൂമാൻ കോളേജിന്റെ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ന്യൂമാൻ കോളേജിലെ കുട്ടികളുടെ തന്നെ പങ്കാളിത്തത്തോടെയാണ് അവർ നിർമ്മിച്ച സംഗതികളെല്ലാമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ന്യൂമാൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ വസ്തുത എന്ന് പറയുന്നത്. മില്ലറ്റ് ആർട്ട് മുതൽ ഏറ്റവും നമ്മൾ പാഴ്വസ്തുക്കൾ എന്ന് കരുതുന്നതിൽ മുതൽ ആർട്ട് വർക്കുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് പ്രദർശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പഴയ ഏറ്റവും പുരാതനമായ രേഖകൾ പ്രദർശിപ്പിക്കുന്ന ഇടം വരെയാണ് ന്യൂമാൻ കോളേജ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വലിയൊരു അവസരം നൽകിയ മുതലക്കോടം സ്കൂളിനും അതിൻ്റെ അധികൃതർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളു. ന്യൂമാൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് നിമിഷമാണ്. കുട്ടികൾ തന്നെ മെനഞ്ഞെടുത്ത വിവിധ തരത്തിലുള്ള പ്രദർശന വസ്തുക്കളാണ് നമ്മളിവിടെ ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിൽ, അതോടൊപ്പം ഓൺട്രപ്രണർഷിപ്പ് സെൽ, വിവിധ ക്ലബ്ബുകൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ ദിശ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രദർശനത്തിൽ നമ്മൾ പങ്കാളികളാകുന്നത്. കുട്ടികളുടെയും അധ്യാപകരുടെയും വളരെ സ്നേഹനിർഭരമായിട്ടുള്ള സഹകരണം ഈ പറയുന്ന എക്സ്പോയിൽ സജീവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവിധ പ്രോത്സാഹനം നൽകുന്ന കരിയർ ഗൈഡൻസ് ഇടുക്കി ജില്ലയ്ക്കും അതോടൊപ്പം തന്നെ ദിശയ്ക്കും ഏറ്റവും സ്നേഹനിർഭരമുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രരേഖകളും മ്യൂസിയം അനുബന്ധ ശിലാലിഖിതങ്ങളും തുടങ്ങി ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങളുടെ സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും ന്യൂമാൻ കോളേജ് അവതരിപ്പിക്കുകയുണ്ടായി. ഹാക്കത്തോൺ, ISRO, ഐഡിയത്തോൺ തുടങ്ങിയ ദേശീയ അന്തർദേശീയ മത്സരവേദികളിൽ വിജയികളായതും ഉന്നത നിലവാരമുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്ലേസ്മെന്റ് നേടിയതുമായ ന്യൂമാനിലെ പ്രതിഭകളുമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ആശയവിനിമയം നടത്തി. 1960കളിലെ പത്രങ്ങളും മാഗസിനുകളും ഏറെ പഴക്കം ചെന്ന ജന്തുശാസ്ത്ര ഡിസ്പ്ലേയും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. സയൻസ് ഡെസ്ക്, BBC ന്യൂസ്. ദിശ 24 വിദ്യാഭ്യാസ എക്സ്പോയിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഡേറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ റോബോ ശ്രദ്ധേയമായി.
ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും പുത്തൻ അവസരങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ദിശ 24 വിദ്യാഭ്യാസ എക്സ്പോയിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഡേറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ റോബോ ശ്രദ്ധേയമായി. ഇൻബിൽറ്റ് ഡാറ്റ സ്റ്റോറേജിനൊപ്പം ടെക്സ്റ്റ് ടു സ്പീച്ച് വഴിയും റോബോയുമായി ആശയവിനിമയം നടത്താൻ സാധിക്കും. കണ്ണുകൾ, ഫേസ് മൂവ്മെന്റുകൾ എന്നിവ സംസാരിക്കുന്നതിനൊപ്പം മാറും വിധമാണ് റോബോയുടെ ആശയവിനിമയം. സെൻറ് ജോസഫ്സ് കോളേജ് 9 ഡിപ്പാർട്ട്മെൻറ്റുകളും ഡേറ്റാ സയൻസ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സും അതുപോലെ തന്നെ PhD ഇൻ കെമിസ്ട്രിയും ഉൾപ്പെടെ 18 കോഴ്സുകളുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ കോഴ്സുകളിൽ ഡേറ്റാ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ഒരുക്കുന്ന റോബോട്ടിനെ കുറിച്ച് ഇവിടെ എടുത്തിരിക്കുന്ന മഞ്ചേഷ് കൂടുതൽ വിശദീകരിക്കുന്നത്. AI മോഡൽ റോബോട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ ലിമിറ്റഡ് ഡേറ്റ സോഴ്സ് ഓഫ് ഡേറ്റ നമ്മൾ ഓൾറെഡി ടീച്ച് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് ടു സ്പീച്ച് വഴി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് ഇത് റിപ്ലൈ തരും. അതിനൊപ്പം ഐയുടെ മൂവ്മെൻറ്റ്, ജോയുടെ മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ മൂവ്മെൻറ്റും ഇതിൻ്റെ ഒപ്പം ഇത് നടക്കും. അതുപോലെ ഇത് സെയിം പർപ്പസ് ഒരു റോബോട്ടിക് റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു പർപ്പസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Arduino ESP32 അങ്ങനത്തെ ബോർഡ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്തു. ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മണ്ണവകാശ പ്രഖ്യാപന പദയാത്ര ദേവികുളം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ പദയാത്ര അടിമാലി ടൗണിൽ സമാപിച്ചപ്പോൾ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മണ്ണവകാശ പ്രഖ്യാപന പദയാത്ര ദേവികുളം നിയോജക മണ്ഡലത്തിലെ പര്യടനം കുഞ്ചിത്തണ്ണിയിൽ ആരംഭിച്ചു. നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ പദയാത്ര അടിമാലി ടൗണിൽ സമാപിച്ചപ്പോൾ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സിജുമോൻ ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ചാൾസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ജോസഫ് തമ്പി എന്നിവർ പ്രസംഗിച്ചു. പദയാത്രയ്ക്ക് നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നൽകിയ സഹായ സഹകരണങ്ങൾക്ക് ജാഥ ക്യാപ്റ്റന്മാരായ ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, കിസാൻ വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ മാത്യു ജോസ് എന്നിവർ നന്ദി അറിയിച്ചു. ഒരു മരം മുറിക്കാൻ അനുവാദമില്ലാത്ത അവസ്ഥയിലേക്ക് വ്യക്തിപരമായി കടന്നു ചെല്ലുന്നത് വരെയും ഒരു പ്രതിസന്ധിയെ നേരിടേണ്ട വ്യക്തിപരമായ സാഹചര്യം ഉണ്ടാകും വരെയും കേൾക്കുന്നതെല്ലാം ബേസിൽ സാറേ കടങ്കഥകളായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്താ പ്രതിസന്ധി? ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഒരു പക്ഷേ ലോകമാകെ. ന്യൂസ് ബ്യൂറോ, ദേവികുളം. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HIV ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗം പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ലൈസൺ അധ്യക്ഷത വഹിച്ചു. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HIV ബോധവൽക്കരണ നാടകവും ക്ലാസും സംഘടിപ്പിച്ചു. കേരള സർക്കാർ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ജില്ലാ ആരോഗ്യ വകുപ്പ്, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത്, പുറപ്പുഴ CHC എന്നിവയുടെ നേതൃത്വത്തിലാണ് പാവനാടകവും ക്ലാസും സംഘടിപ്പിച്ചത്. യോഗം പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നമ്മുടെ ജില്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് രോഗത്തിനെതിരായി അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം എങ്ങനെ വരും, അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രസംഗ രൂപത്തിലല്ല, ഒരു നാടക രൂപത്തിൽ നാടകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ലൈസൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു ടി ഫ്രാൻസിസ്, പുറപ്പുഴ CHC ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ S കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാവനാടകവും ബോധവൽക്കരണ ക്ലാസും നടന്നു. അപ്പോൾ നമുക്ക് കൂട്ടുകാരുടെ പേര് ചോദിച്ചാലോ? എന്താ പേര്? ആരോൺ. അനവദ്യ. അപ്പൊ നമുക്ക് ഈ കൂട്ടുകാരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാലോ? കൂട്ടുകാരൊക്കെ മിണ്ടായിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണം. പിന്നെയോ കൈയടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്കൊരു ചിരിച്ച് എല്ലാവർക്കും കൈയടിച്ചേ. അതെ, ഇപ്പോൾ ആ കമ്പനി ഞാൻ കിട്ടും. അതെന്ത് പറ്റി?
അതാണോ? അതിലൊരുത്തനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടിച്ചു. ഇടയ്ക്കിടയ്ക്കൊന്ന് സിറിഞ്ച് ഉപയോഗിച്ച് ഷെയർ കൂടാൻ പോകുമായിരുന്നു. അതൊക്കെ നിർത്തി. അപ്പൊ എല്ലാ ഏർപ്പാടും ഉണ്ട്. പിന്നെ ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. കട്ടപ്പന കടമാക്കുഴി ദേശീയപാതയുടെ ഓടയിൽ വീണ് ഒരാൾ മരിച്ചു. വെള്ളാരംകുന്ന് സ്വദേശി ജോസാണ് മരിച്ചത്. ദേശീയപാതയോരത്തെ ഓടയുടെ അപകട ഭീഷണി നിരവധി തവണ അധികാരികളിൽ എത്തിച്ചിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. വീതി കുറഞ്ഞ റോഡിൽ ആഴമേറിയ ഓടയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ആനവിലാസം റോഡിൽ കടമക്കുഴിക്ക് സമീപമാണ് ഇരുചക്ര വാഹനം മറിഞ്ഞ് ഗ്രഹനാഥൻ മരിച്ചത്. വെള്ളാരംകുന്ന് സ്വദേശി ജോസാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരത്തെ കേറ്ററിംഗ് വർക്കിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ വേളയിലാണ് അപകടമുണ്ടായത്. മേഖലയിലെ റോഡിലെ അപകടാവസ്ഥ നിരവധി തവണ മാധ്യമങ്ങളടക്കം അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായിരുന്നില്ല. വീതി കുറഞ്ഞ റോഡിൽ ആഴമേറിയ ഓടയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഗുരുതരമായ ഹൃദയരോഗം ബാധിച്ച് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലിരിക്കുന്ന 3 മാസം പ്രായമായ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. പൂമാല പുതിയ പറമ്പിൽ അഞ്ജന വിഷ്ണു ദമ്പതികളുടെ മകൾ ആറ്റുകയാണ് ഹൃദയരോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നത്. ചികിത്സാ ചിലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. ECMO ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. വെള്ളിയാമുറ്റം ഗ്രാമപഞ്ചായത്തിൽ പൂമാലക്കരയിൽ പുതിയ പറമ്പിൽ വീട്ടിൽ വാസു സജിനി ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ അഞ്ജനയുടെയും വിഷ്ണുവിന്റെയും 3 മാസം പ്രായമായ മകൾ ആദ്യുക വിഷ്ണുവാണ് ഗുരുതരമായ ഹൃദയരോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നത്. ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ECMO ഉപകരണത്തിന്റെ സഹായത്തോടെയാണ്. ചികിത്സയ്ക്കായി 20 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ഈ തുക കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. ചെത്തുതൊഴിലാളിയായിരുന്ന അഞ്ജനയുടെ പിതാവ് ഒരു ഹാർട്ട് രോഗിയാണ്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീട്ടിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത്. കൂലിവേലക്കാരിയായ മാതാവ് സജിനിയുടെയും തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇത്രയും ഭാരിച്ച തുക കണ്ടെത്തുവാൻ ഈ കുടുംബത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതിനാൽ കുട്ടിയുടെ ചികിത്സയ്ക്കായി സഹായ അഭ്യർത്ഥന നടത്തുകയാണ് ഈ കുടുംബം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്: അക്കൗണ്ട് നെയിം അഞ്ജന വാസു, ബാങ്ക് കാനറ ബാങ്ക് തൊടുപുഴ ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ 110034379062, IFSC കോഡ് CNRB 000072, ഗൂഗിൾ പേ നമ്പർ 9747606987. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മേയാൻ വിട്ട പശുവിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിനിടയിൽ പൂയംകുട്ടി വനമേഖലയിൽ വനത്തിനുള്ളിൽ പോയ 3 സ്ത്രീകളെയും കണ്ടെത്തി. ജനവാസ മേഖലയിൽ നിന്ന് മാറി വനത്തിനകത്ത് 6 കിലോമീറ്റർ അകലെ അറക്കുമുത്തി ഭാഗത്ത് നിന്നാണ് ഇന്ന് പുലർച്ചെ 3 സ്ത്രീകളെയും കണ്ടെത്തിയത്. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആരോഗ്യ വിഭാഗം വിലയിരുത്തി. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് 3 സ്ത്രീകളെ വനത്തിൽ കാണാതായത്. പശുക്കളെ കണ്ടെത്താനായി ഉച്ചയ്ക്ക് 1 മണിയോടെ ഇവർ വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. ഇതിൽ മായയുമായി അന്ന് വൈകിട്ട് 4 മണി വരെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിനിടെ ബാറ്ററി ചാർജ് തീർന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും വനം വകുപ്പ് നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രി നീണ്ട തിരച്ചിലുകൾക്ക് ശേഷം 3 പേരെയും സുരക്ഷിതരായി കണ്ടെത്തിയത്. പശുവിനെ തിരഞ്ഞ് കാട്ടിലെത്തി കുടുങ്ങിയ 3 സ്ത്രീകളും ഒരു രാത്രി കഴിച്ചുകൂട്ടിയത് പാറക്കെട്ടിന് മുകളിലായിരുന്നു. ചുറ്റും ആനകളെത്തിയതോടെയാണ് ഇവർ പാറക്കെട്ടിന് മുകളിൽ കയറിയത്. ആനയെ കണ്ട് ചിതറിയോടിയ ഇവർ ആദ്യം ഒരു മരപ്പൊത്തിൽ ഒളിച്ചിരുന്നു. അവിടെ ആന എത്തിയതോടെ വീണ്ടും ഓടി പാറക്കെട്ടിനടുത്ത് അഭയം തേടുകയായിരുന്നു. വനത്തിനകത്ത് ഒരു രാത്രി കഴിച്ചുകൂട്ടിയത് പുരയുടെ വലുപ്പമുള്ള വലിയ പാറയുടെ മുകളിലായിരുന്നുവെന്ന് കുട്ടമ്പുഴയിലെ വനത്തിൽ നിന്ന് പുറത്തെത്തിയ പാറുക്കുട്ടി പറഞ്ഞു. വഴിതെറ്റിയാണ് തങ്ങൾ വനത്തിൽ അകപ്പെട്ടു പോയതെന്നും രാത്രി തീരെ ഉറങ്ങിയില്ലെന്നും ഇവർ പറഞ്ഞു. വലിയ പാറയിലാണ് കയറി നിന്നത്. എവിടെ നിന്ന് ആന വന്നാലും ഞങ്ങളെ പിടിക്കാനാകില്ല. അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ ആകാത്ത അത്രയും കൂരിരുട്ടായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ചെക്കിടാം വരെ വഴി തെറ്റാതെയാണ് ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞപ്പോൾ വഴിതെറ്റി മുമ്പോട്ട് പോകേണ്ടതിന് പകരം പിറകോട്ട് പോയി. ആനകൾ സഞ്ചരിക്കുന്ന വഴിയായിരുന്നു അത്. അങ്ങനെയാണ് വനത്തിൽ അകപ്പെട്ടു പോയത്. വെളുപ്പിന് 2:30 വരെ ആന സമീപത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഉപദ്രവിക്കാൻ ശ്രമം നടന്നില്ല. ആന കൈയും കാലും കുത്തി കയറിയാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യമുണ്ടായിരുന്നു. പാറുക്കുട്ടിക്ക് വനമേഖലയെക്കുറിച്ച് നല്ല പരിചയമുണ്ടെങ്കിലും രാത്രി ആയതിനാൽ സ്ഥലം മാറിപ്പോവുകയായിരുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഇടപെട്ട് രാത്രി തന്നെ 40 പേരോളം വരുന്ന സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കാടിന്റെ 6 കിലോമീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിൽ ഫലം കാണാതെ വന്നതോടെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കാൻ കളക്ടർക്ക് വനമന്ത്രി AK ശശീന്ദ്രൻ വീണ്ടും നിർദ്ദേശം നൽകിയിരുന്നു. വനം വകുപ്പ് ജീവനക്കാർ, ഫയർഫോഴ്സ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ അതിരാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തിലൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ തെരച്ചിലും വളരെ പ്രതിസന്ധി നേരിട്ടതായിരുന്നു. ഏതായാലും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് നാട്ടുകാരുടെ വലിയ സഹകരണവും പിന്തുണയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ കൂട്ടായ ഇടപെടൽ അതെല്ലാം
ആദിവാസി സമൂഹത്തിൽ 25 പേരോളം പേരടങ്ങുന്ന സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. 3 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും DFO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെ മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ നവംബർ 30 മുതൽ ഡിസംബർ 8 വരെ ആഘോഷിക്കുമെന്ന് റെക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ, വൈസ് റെക്ടർ ഫാദർ ആന്റണി വിളയപ്പിള്ളിൽ എന്നിവർ അറിയിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 നൊവേന, ലദ്ദീഞ്ഞ്, 5 മണിക്ക് വിശുദ്ധ കുർബാന, ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കും. വൈകുന്നേരം 4:30 കോതമംഗല ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. കേരളത്തിലെ ആദ്യത്തെ ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രമാണല്ലോ തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ 2 പ്രധാനപ്പെട്ട തിരുനാളുകളാണ് നമ്മൾ ആഘോഷിക്കുക. ഒന്ന് ദൈവകരുണയുടെ തിരുനാൾ, അത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയും. പിന്നീട് ഉള്ളത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8-ാം തീയതിയും. ആ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണിത്. അതിനുള്ള ഈ ഷ്രൈനും പരിസരങ്ങളും എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. തിരുനാളിൻ്റെ കൊടിയേറ്റ് നവംബർ 30-ാം തീയതി നടക്കുന്നു. 30-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4:30 മണിക്ക് തൊടുപുഴ ഫൊറോന പള്ളി വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട സ്റ്റാൻലി കുന്നേലച്ചൻ കൊടി ഏറ്റുന്നതോടുകൂടി തിരുനാളിൻ്റെ ഔപചാരികമായ ആരംഭം കുറിക്കും. അന്ന് അദ്ദേഹം ബലിയർപ്പിച്ച് സന്ദേശം നൽകും. 1-ാം തീയതി ഞായറാഴ്ച ആരക്കുഴ ഫൊറോന പള്ളിയുടെ വികാരി അച്ഛനും രൂപതയിലെ ആർച്ച് പ്രീസ്റ്റുമായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കണിമറ്റച്ഛൻ ഉച്ചകഴിഞ്ഞ് 4:30 മണിക്ക് ബലിയർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം 4:30 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ സന്ദേശവും പാച്ചോർ നേർച്ചയും എല്ലാ ദിവസവും നടക്കും. 8-ാം തീയതി വരെയുള്ള 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ബലിയർപ്പിച്ച് സന്ദേശം നൽകുന്നവർ തിങ്കളാഴ്ച മാറിക ഫൊറോന പള്ളിയിലെ ബഹുമാനപ്പെട്ട മാത്യു കോണിക്കലച്ചനും അതുപോലെ ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ ഫൊറോന വികാരി അച്ഛൻ കുര്യാക്കോസ് കൊടകലിലച്ഛനും, വ്യാഴാഴ്ച കരിമണ്ണൂർ ഫൊറോന പള്ളിയിലെ വികാരി അച്ഛൻ സ്റ്റാൻലി പുൽപ്പറയിലച്ഛനും, അതുപോലെ തന്നെ വ്യാഴാഴ്ച മൈലക്കൊമ്പ് ഫൊറോന പള്ളി വികാരി അച്ഛൻ മാത്യൂസ് മാളിയേക്കലച്ഛനും കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 6-ാം തീയതി വെള്ളിയാഴ്ച, അന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, 25 നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച. അതുപോലെ തന്നെ ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്ന്. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തെ 6 വിശുദ്ധ കുർബാനകൾ ഉണ്ട്. അന്നേ ദിവസം 11 മണിയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നത് കോട്ടയം രൂപതയുടെ വികാരി ജനറാളച്ഛൻ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനാണ്. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ബഹുമാനപ്പെട്ട മുതലക്കുടം ഫൊറോന പള്ളി വികാരി അച്ഛൻ ജോർജ് താനത്ത് പറമ്പിലച്ഛനാണ് അതിന് നേതൃത്വം നൽകുക. അതുപോലെ പിറ്റേ ദിവസം തിരുനാളിൻ്റെ തലേന്ന് ശനിയാഴ്ച 7-ാം തീയതി അന്നേ ദിവസം 2 വിശുദ്ധ കുർബാനകൾ ഉണ്ട്. രാവിലത്തെ വിശുദ്ധ കുർബാന 9:30 മണിക്കും വൈകുന്നേരം 4:30 മണിക്കുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് മൂവാറ്റുപുഴ മലങ്കര രൂപതയുടെ അഭിവന്യ മെത്രാൻ യുഹാനോൻ മാർ തിയഡോഷ്യസ് തിരുമേനി അന്ന് ബലിയർപ്പിച്ച് സന്ദേശം നൽകുന്നു. പ്രധാന തിരുനാൾ ദിനമായ ഡിസംബർ 8 ഞായറാഴ്ച അന്നേ ദിവസം രാവിലെ മുതൽ തുടർച്ചയായ വിശുദ്ധ കുർബാനയുണ്ട്. വൈകുന്നേരം കോതമംഗലം രൂപതയുടെ അഭിവന്യ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി അനുഗ്രഹിക്കും. അതേ തുടർന്ന് ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായ പട്ടണ പ്രദക്ഷിണം മറ്റ് പ്രദക്ഷിണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തിരികൾ കത്തിച്ചു പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് തൊടുപുഴ ടൗണിലൂടെ നടത്തുന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം, വാദ്യമേളങ്ങളോ മറ്റാരവങ്ങളോ ഒന്നുമില്ലാതെ പ്രാർത്ഥനാപൂർവ്വം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ആ തിരുനാൾ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ സമാപന ആശീർവാദവും പാച്ചോർ നേർച്ചയും നടക്കുന്നു. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധിയായ ആളുകൾ പങ്കെടുക്കുന്ന ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ജാതി മതഭേദമന്യേ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഇരുമലപ്പടി BMS ചുമട്ടുതൊഴിലാളി യൂണിറ്റിലെ 2 തൊഴിലാളികൾ കൂടി രാജിവെച്ച് INTUCയിൽ ചേർന്നു. KK തങ്കപ്പൻ, TK ഷിജു തട്ടാരത്തിൽ എന്നിവരാണ് രാജിവെച്ച് INTUCയിൽ ചേർന്നത്. കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ പ്രവർത്തകരെ ഷാളണിയിച്ച് സ്വീകരിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുമലപ്പടി BMS ചുമട്ടുതൊഴിലാളി യൂണിറ്റിലെ 2 തൊഴിലാളികൾ കൂടി രാജിവെച്ച് INTUCയിൽ ചേർന്നു. ഇതോടെ BMS ഇരുമലപ്പടി യൂണിറ്റിൽ തൊഴിലാളികൾ ഇല്ലാതായി. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയ വിഷം ചീറ്റുന്ന സംഘപരിവാർ നാടിനെ വർഗീയമായി ചേരിതിരിച്ച് തമ്മിലടിപ്പിക്കുകയും സാമൂഹിക വ്യവസ്ഥിതി തകർക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും പതിറ്റാണ്ടുകളായി BJPയുടെ തൊഴിലാളി സംഘടനയായ BMSൽ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളികളായ KK തങ്കപ്പൻ, കുരിയപ്പാറ മോളത്ത്, TK ഷിജു തട്ടാരത്തിൽ എന്നിവരാണ് രാജിവെച്ച് INTUCയിൽ ചേർന്നത്. മതേതര കാഴ്ചപ്പാടും തൊഴിലാളികളുടെ നന്മയ്ക്കായി നിലകൊള്ളുകയും ചെയ്യുന്ന INTUCയിലും മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി തൊഴിലാളികൾ അറിയിച്ചു. INTUC ഇരുമലപ്പടി യൂണിറ്റ് പ്രസിഡന്റ് MV റെജി അധ്യക്ഷനായ ചടങ്ങ് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രലേഖ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമുണ്ടായ തൊഴിലാളി സംഘടന INTUC ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി രൂപീകരിച്ച ഒരു സംഘടനയാണ് INTUC എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ മുതൽ ഇന്നേ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരു ബൂത്തിൽ വരെ ആ പ്രവർത്തനത്തിന് ആളുള്ള ഒരേ ഒരു സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും INTUC ആണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ പ്രവർത്തകരെ ഷാളണിയിച്ച് സ്വീകരിച്ചു. പരീദ് പട്ടമാവുടി, സിദി മുഹമ്മദ്, അജീബ് ഇരമല്ലൂർ, രഹന നൂറുദ്ദീൻ, അനിൽ രാമൻ നായർ, ഇല്യാസ് മണക്കാട്ട്, KP അബ്ബാസ്, KP കുഞ്ഞ്, ബഷീർ ചിറങ്ങര, ഇബ്രാഹിം എടയാലി, സിന്ധു ചന്ദ്രൻ, നൌഫൽ കാപ്പുചാലി, ഷക്കീർ പാണാട്ടിൽ, KP ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരുമലപ്പടി. വിവാഹ വാർത്ത. മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി, വത്സമ്മ ദമ്പതികളുടെ മകൾ അഡ്വക്കേറ്റ് അശ്വതി ആൻ അഗസ്തിയും ജയ്പൂർ ഉദയ്മാർഗ് അനിൽകുമാർ ശർമ്മ, ഹേമാങ്കിനി ദമ്പതികളുടെ മകൻ അഡ്വക്കേറ്റ് ഹർഷൻ ശർമ്മയും വിവാഹിതരായി. UDF കൺവീനർ MM ഹസൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ശർമ്മജിക്കും അതോടൊപ്പം അശ്വതിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. കാരണം ജയ്പൂരിൽ നിന്നുള്ള വലനും കട്ടപ്പനയിൽ നിന്നുള്ള വധുവും ചേരുമ്പോൾ രാജ്യത്തിന്റെ ഐക്യവും യോജിപ്പും ഒന്നായി തീരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അഗസ്തി ഞങ്ങളുടെയൊക്കെ വളരെ വർഷങ്ങളുടെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകരുമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. വധൂവരന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. വധൂവരന്മാർക്ക് മധുരം വെച്ചോട്ടെ, മധുരം വെച്ചോട്ടെ, മധുരം വെച്ചോട്ടെ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ പഠനങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കിയ ഓൺലൈൻ മുദ്രപത്ര ഇടപാട് പാതി വഴിയിൽ നിർത്തിവെച്ചത് മൂലം കഷ്ടത്തിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ. ദിശ 24 കരിയർ എക്സ്പോയ്ക്ക് തുടക്കമായി. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ദിശ 24 വിദ്യാഭ്യാസ എക്സ്പോയിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഡേറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ റോബോ ശ്രദ്ധേയമായി. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HIV ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗം പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മേയാൻ വിട്ട പശുവിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിനിടയിൽ പൂയംകുട്ടി വനമേഖലയിൽ വനത്തിനുള്ളിൽ പോയ 3 സ്ത്രീകളെയും കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.